Hi guys, welcome back to Vlogging with Sonia. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു ബൈ ഗോഡ്സ് ഗ്രേസ്. അപ്പം ഇന്നത്തെ വ്ളോഗിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതൊരു ഇൻഫോർമേറ്റീവ് വ്ളോഗാണ് കേട്ടോ. സോ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് എനിക്ക് ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ കുറേ കൺസേൺസ് വരുന്നുണ്ട് കേട്ടോ റിലേറ്റഡ് ടു മെറ്റേണിറ്റി ലീവ്. ഓക്കെ, അപ്പോൾ ഞാൻ വിചാരിച്ചു വൈ ഡോണ്ട് ഐ ജസ്റ്റ് ഡു എ വീഡിയോ ഓൺ ഇറ്റ്. ഓക്കെ, എനിക്ക് തോന്നുന്നു പേഴ്സണലി ഇപ്പോഴായിരിക്കും ദ ബെസ്റ്റ് ടൈം ടു ഡു ദിസ് വീഡിയോ ബിക്കോസ് ഞാനിപ്പം മെറ്റേണിറ്റി ലീവിലായതുകൊണ്ട് തന്നെ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ പേഴ്സണലി മെറ്റേണിറ്റി ലീവിന് പോകുന്നതിന് മുന്നേ ഇംപ്ലിമെൻറ്റ് ചെയ്ത കുറച്ച് കാര്യങ്ങൾ. ഓക്കെ, അതൊന്ന്. സെക്കൻഡ് തിങ്, വിത്തിൻ ഫ്യൂ മന്ത്സ് ടൈം God willing, I am going to start my work, that is resume my work very soon. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ ഐ എം ഷുവർ ഈ വീഡിയോ ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും, ഒത്തിരി ബെനിഫിഷ്യൽ ആയിരിക്കും നിങ്ങൾക്കൊക്കെ. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഫ്രണ്ട്സ് ഉണ്ട് ഹു ആർ പ്രഗ്നൻറ്റ്, ഹു ആർ ഗോയിങ് ഓൺ ദെയർ മെറ്റേണിറ്റി സൂൺ, അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോ ഉറപ്പായിട്ട് അവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടന്നാലോ? സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നമുക്ക് യു കെയിൽ അപ് ടു 1 year വരെ മെറ്റേണിറ്റി ലീവ് എടുക്കാവുന്നതാണ് കേട്ടോ. ഇത് എല്ലാവർക്കും അറിയാവുന്നൊരു ബേസിക് ഇൻഫർമേഷൻ ആണെന്ന് എനിക്കറിയാം. എന്നാലും ഞാൻ ഇവിടെ വന്ന സമയത്ത് എനിക്കും ഇതറിയാം 1 year വരെ എടുക്കാമെന്ന്. പക്ഷേ ഇതിൽ കൂടുതൽ നമുക്ക് വേറെ ഒന്നും അങ്ങനെ അറിയത്തില്ലായിരുന്നു. വേറെ ഒന്നുമല്ല, നമ്മൾ ആ ഫേസിൽ കൂടെ പോകുമ്പോഴല്ലേ ഇങ്ങനത്തെ കാര്യങ്ങൾ അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ ആഗ്രഹം കാണിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഫേസ്, ദാറ്റ് ഇസ് പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞപ്പോഴാണ് കുറേ കാര്യങ്ങൾ അതിനെപ്പറ്റി മനസ്സിലാക്കാൻ പറ്റിയത് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ നിങ്ങളുമായിട്ട് ഇന്ന് ഷെയർ ചെയ്യാം. പിന്നെ അത് മാത്രമല്ല, നമുക്ക് ഈ ഒരു മെറ്റേണിറ്റി ലീവ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ആ ഒരു എത്രത്തോളം ബെനിഫിഷ്യലാണെന്ന് മനസ്സിലാക്കുന്നത് കേട്ടോ. കാരണം ഞാൻ കമ്പയർ ചെയ്യുമല്ല, ഒരിക്കലും ഒരു രാജ്യം വെച്ച് കമ്പയർ ചെയ്യുമല്ല കേട്ടോ. പക്ഷെ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ സ്റ്റേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ നമുക്കറിയാം, നാട്ടിലാണെങ്കിലും മിഡിൽ ഈസ്റ്റിലൊക്കെ ആണെങ്കിലും നമുക്ക് കിട്ടുന്ന മെറ്റേണിറ്റി ലീവ് മേ ബി ഇറ്റ് വിൽ ബി അപ് ടു 6 months. അതിൽ കൂടുതൽ നമുക്ക് കിട്ടത്തില്ല അല്ലേ. ഇവിടുന്ന് പറയുമ്പം നമുക്ക് 1 year വരെ കിട്ടുവാണ്. ആൻഡ് ദാറ്റ് ടു നമുക്ക് പെയ്ഡ് ലീവാണ്. ഇറ്റ്സ് നോട്ട് ഓൺലി എ ബ്ലെസ്സിങ് ഫോർ ദ ബേബി, പക്ഷേ അമ്മമാർക്കാണെങ്കിലും ഒത്തിരി ബെനിഫിഷ്യലാണ് ഈ ഒരു മെറ്റേണിറ്റി ലീവ്. കാരണം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ നല്ലൊരു സമയമാണ്. അതുകൂടാതെ തന്നെ കുഞ്ഞിന് അമ്മയെ ഫുൾ ടൈം കിട്ടുകയാണ് അല്ലേ. അതൊരു ഭയങ്കര ബ്ലെസ്സിങ് ആണ്. എനിക്ക് തോന്നുന്നു അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. നമ്മൾ ആ ഒരു ഫേസിൽ കൂടെ പോകുമ്പോഴേ അതിൻ്റെ ആ ഒരു എത്രത്തോളം അതൊരു അനുഗ്രഹമാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, സോ 1 year വരെയാണ് നമുക്ക് മെറ്റേണിറ്റി ലീവ് യു കെയിൽ എടുക്കാൻ പറ്റുന്നത്. സോ 1 year എന്ന് പറയുമ്പോൾ 52 weeks. അപ്പോൾ ഈ 52 weeksനെ നമുക്ക് 2 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, സോ ആദ്യത്തെ 26 weeks നമ്മൾ പറയുന്നത് ഓർഡിനറി മെറ്റേണിറ്റി ലീവാണ്. അപ്പോൾ ഈ ഓർഡിനറി മെറ്റേണിറ്റി ലീവ് 26 weeks. അതിന് ശേഷമുള്ള സെക്കൻഡ് ഹാഫ് 26 weeks ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ പറയുന്നത് അഡീഷണൽ മെറ്റേണിറ്റി ലീവ്. ഓക്കെ, ഈ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ gov.uk വെബ്സൈറ്റിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ ഇതെല്ലാം അവിടെ പറയുന്നുണ്ട് കേട്ടോ. ഇൻക്ലൂഡിങ് പേയ്മെൻറ്റിൻ്റെ കാര്യങ്ങളും എല്ലാം അവർ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ പേയ്മെൻറ്റിനെ പറ്റിയിട്ടൊന്നും കൂടുതൽ ഈ വീഡിയോയിൽ കവർ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല, ബിക്കോസ് അതിപ്പം ഒത്തിരി ലെങ്തി ആയിപ്പോവും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഞാൻ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം ഷെയർ ചെയ്യാനാണ് ഇന്നത്തെ ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ. അപ്പം അതാണ് ഓർഡിനറി ആൻഡ് അഡീഷണൽ മെറ്റേണിറ്റി ലീവ്. ഇനി ഞാൻ പറഞ്ഞല്ലോ 1 year വരെ നമുക്ക് എടുക്കാം, പക്ഷേ ഇറ്റ്സ് നോട്ട് ദാറ്റ് യു ഹാവ് ടു ടേക്ക് ഇറ്റ്. ഓക്കെ, ഇതൊരു മസ്റ്റ് അല്ല, നമുക്ക് എടുത്തേ പറ്റൂ 1 year വരെ. നമ്മുടെ ഇഷ്ടമാണ് നമുക്ക് എത്ര മാസത്തിൽ തിരിച്ച് വർക്കിൽ കയറാമെന്ന്. ഓക്കെ, ഇറ്റ്സ് ഓൾ അപ് ടു അസ്. പക്ഷേ ഗവൺമെൻറ് പറയുന്ന ഒരു കാര്യമുണ്ട്, ദാറ്റ് ഈസ് ആഫ്റ്റർ ഗിവിങ് ചൈൽഡ് ബർത്ത് ഡെഫിനറ്റ് ആയിട്ടും ഏതൊരു എംപ്ലോയി ആണെങ്കിലും യു ഹാവ് ടു ടേക്ക് അറ്റ്ലീസ്റ്റ് 2 weeks ഓഫ് റെസ്റ്റ്. ഓക്കെ, 2 weeks എന്തായാലും എടുക്കണം. പിന്നെ ഫാക്ടറി സെറ്റിങ്ങിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അപ് ടു 4 weeks വരെ റെസ്റ്റ് എടുക്കണം എന്നാണ് അവർ പറയുന്നത്. അതിനുശേഷം നമുക്ക് വർക്ക് എപ്പോൾ വേണേലും റെസ്യൂം ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഈ മെറ്റേണിറ്റി ലീവ് പെയ്ഡ് ലീവ് ആയതുകൊണ്ട് തന്നെ എൻ്റെ അറിവിൽ ഇന്നേ വരെ ഒരു മനുഷ്യനും ഇല്ല 1 month കഴിഞ്ഞിട്ട് റെസ്യൂം ചെയ്തതായിട്ടുള്ളത് കേട്ടോ. എല്ലാവരും കൂടുതലും ആ ഒരു പേയ്മെൻ്റ് ഒക്കെ ഒന്ന് വീൻ ഓഫ്, അല്ലെങ്കിൽ ആ ഒരു പേയ്മെൻറ്റ് സ്റ്റോപ്പ് ചെയ്യുന്ന ആ ടൈമൊക്കെ ആകുമ്പോഴാണ് എല്ലാവരും വർക്ക് റെസ്യൂം ചെയ്യുന്നത് ഞാൻ കണ്ടേക്കുന്നത്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് എന്നോട്ട് മെറ്റേണിറ്റി ലീവ് എടുക്കാം എന്നെല്ലാവർക്കും അറിയണം എന്നുണ്ടാവും. അപ്പോൾ നമുക്ക് ഒരു ഡ്യൂ ഡേറ്റ് കാണും അല്ലേ. അപ്പോൾ ആ ഡ്യൂ ഡേറ്റിൽ നിന്ന് 11 weeks ബിഫോർ തൊട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ഇവിടെ യു കെയിലൊക്കെ വീക്സ് കണക്കിലാണ് നമ്മൾ പ്രഗ്നൻസി പ്രോഗ്രഷൻ പറയുന്നത്. അപ്പം 40 weeksലാണ് നമ്മൾ ഡ്യൂ ഡേറ്റ് പറയുന്നത്. ഓക്കെ, സോ 40 weeksൽ നിന്ന് 11 weeks ബിഫോർ എന്ന് പറയുമ്പോൾ 29 weeks തൊട്ട് നമ്മൾ എലിജിബിൾ ആണ് നമുക്ക് മെറ്റേണിറ്റി ലീവ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നത്. ഞാൻ പേഴ്സണലി
പേഴ്സണലി 36 വീക്സ് വരെ വർക്ക് ചെയ്തു. കാരണം വേറെ ഒന്നുമല്ല, ഞാനൊരു ടീച്ചിങ് സൈഡിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ വർക്കിംഗ് അറ്റ്മോസ്ഫിയർ വാസ് മച്ച് ഫേവറബിൾ ഫോർ മീ. ഓക്കെ, അതുകൊണ്ട് കാരണം നമുക്ക് ലോങ് സ്റ്റാൻഡിങ് ഇല്ല, പേഷ്യൻറ്റ് കെയറിങ് അങ്ങനെ ആയിട്ടൊന്നും ഇല്ലല്ലോ, നമ്മൾ പഠിപ്പിച്ചാൽ മാത്രം മതി. ആൻഡ് ടുവേർഡ്സ് ദി എൻഡ് ആൻഡ് ഓൾ എനിക്ക് എൻ്റെ ടീം, എൻ്റെ മാനേജറൊക്കെ അഡ്മിൻ ജോബിലേക്ക് എനിക്ക് അഡ്മിൻ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാനായിട്ടൊക്കെ അങ്ങ് തന്നു കേട്ടോ. അതുകൊണ്ട് എനിക്ക് 36 വീക്സ് വരെയൊക്കെ വർക്ക് ചെയ്യാൻ പറ്റി. ഇപ്പം ഞാൻ തിയേറ്ററിൽ വർക്ക് ചെയ്യുമായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒരു വാർഡ് സെറ്റിങ്ങിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ഞാൻ ഒരിക്കലും 36 വീക്സ് വരെ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റുമെന്ന്. കാരണം നമുക്കറിയാം തിയേറ്ററിലൊക്കെ വർക്ക് ചെയ്യണമെങ്കിൽ ലോങ് സ്റ്റാൻഡിങ് ആണ്, സ്ക്രബ് ചെയ്യണം. അപ്പം ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് കേട്ടോ. ചില ആൾക്കാർ കാണും അങ്ങനെ ചെയ്യുന്നത്, അതൊക്കെ നമ്മുടെ ഡിസിഷനാണ്, നമ്മുടെ ഇഷ്ടമാണ്. നമുക്ക് പറ്റുന്നതാണെങ്കിൽ നമ്മുടെ ഹെൽത്ത് നമ്മളെ എന്താ പറയുന്നത്, അത് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ടും നിങ്ങൾക്ക് 36 വീക്സ് വരെ വർക്ക് ചെയ്യുന്നോ 37 വീക്സ് വരെ വർക്ക് ചെയ്യുന്നതിന് ഒരു കുഴപ്പമില്ല. പിന്നെ ഏറ്റവും നല്ല എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പം നമുക്ക് വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ല, കുഴപ്പമൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ എത്ര നാൾ നമുക്ക് വർക്ക് ചെയ്യാമോ അത്രയും നാൾ വർക്ക് ചെയ്തിട്ട് നമ്മൾ ആ ടുവേർഡ്സ് ഡ്യൂ ഡേറ്റ് തൊട്ട് സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ അത്രയും സമയം നമുക്ക് കുഞ്ഞ് വന്നു കഴിഞ്ഞിട്ട് കൂടുതൽ കിട്ടുവാണ് സ്പെൻഡ് ചെയ്യാനായിട്ട്. അപ്പോൾ അത്രയും ഒന്ന് ശ്രദ്ധിക്കുക. അതൊക്കെ നമ്മുടെ പേഴ്സണൽ ഇഷ്ടമാണ് കേട്ടോ. നമ്മുടെ ഹെൽത്ത് നമ്മളെ കോപ്പറേറ്റ് ചെയ്യണം. പിന്നെ പ്രഗ്നൻസി കോംപ്ലിക്കേഷൻസ് ഒന്നും വരരുത്. അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യാനായിട്ട്. ഓക്കെ, നമ്മൾ പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞ് ഒരു 20 വീക്സ് ഒക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ സെക്കൻഡ് സ്കാൻ കഴിയും കേട്ടോ. അപ്പോൾ ഈ സെക്കൻഡ് സ്കാൻ എന്ന് പറയുന്നത് നമുക്ക് ആകെ പ്രഗ്നൻസിയിൽ ഒരു കോംപ്ലിക്കേഷനോ ഒന്നും ഇല്ലാത്ത ഒരു നോർമൽ പ്രഗ്നൻസി ആണെങ്കിൽ നമുക്ക് 2 സ്കാനേ കാണത്തുള്ളൂ. അതിൽ സെക്കൻഡ് സ്കാൻ ഹാപ്പൻസ് ഡ്യൂറിങ് 20 വീക്സ്. ഓക്കെ, അപ്പോൾ ഈ 20 വീക്സ് കഴിഞ്ഞിട്ട് ആ ഒരു സ്കാൻ അപ്പോയിൻമെൻറ്റ് കഴിയുമ്പോൾ നമ്മുടെ മിഡ് വൈഫ് അല്ലെങ്കിൽ നമ്മുടെ കൺസൾട്ടൻറ്റ് നമുക്കൊരു ഡോക്യുമെൻ്റ് തരും. ആൻഡ് ദാറ്റ് ഇസ് കോൾഡ് MAT-B1 ഡോക്യുമെൻറ്റ്. ഓക്കെ, ഈ ഒരു MAT-B1 ഡോക്യുമെൻ്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഒത്തിരി ഹെൽപ്ഫുള്ളാണ്. വേറെ ഒന്നുമല്ല, അത് അത്യാവശ്യമായിട്ട് ദാറ്റ് ഇസ് നമ്മൾ ഓർത്തിരിക്കുക, നമ്മൾ മേടിച്ചിരിക്കണം. ചിലപ്പോൾ ചില സാഹചര്യങ്ങൾ വരും മിഡ് വൈഫ് തരാൻ മറന്നു പോയെന്നിരിക്കും. അങ്ങനെ വരുമ്പോൾ നമ്മൾ ചോദിച്ചത് മേടിക്കുക. കാരണം ഈ ഒരു ഡോക്യുമെൻ്റാണ് നമ്മുടെ പ്രഗ്നൻസി കൺഫർമേഷൻ പറയുന്നത്. ഓക്കെ, ഈ ഡോക്യുമെൻറ്റിലാണ് നമ്മുടെ ഡ്യൂ ഡേറ്റ് അവർ പറയുന്നത്, എന്നാണ് നമ്മുടെ ഡ്യൂ ഡേറ്റ് എന്ന്. അത് ഈ 2 ഇൻഫർമേഷനാണ് ഈ ഒരു ഡോക്യുമെൻറ്റിൽ അവർ സ്റ്റേറ്റ് ചെയ്യുന്നത്. ഈ ഒരു ഡോക്യുമെൻ്റ് ഇല്ലാതെ നമുക്ക് നമ്മുടെ മെറ്റേണിറ്റി ലീവിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. അതൊന്ന്. സെക്കൻഡ് തിങ് ഈസ് എന്താ പറയുന്നത്, നമ്മുടെ ഈ ഒരു MAT-B1 ഫോം കിട്ടുന്ന ദിവസം തുടങ്ങി നമുക്ക് ഓൾ NHS പ്രിസ്ക്രിപ്ഷൻസ്, ഓക്കെ, ഓൾ ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻസ് പ്ലസ് ഡെൻറ്റൽ കെയർ ബിക്കംസ് ഫ്രീ അൺടിൽ ദ ഫസ്റ്റ് ബർത്ത്ഡേ ഓഫ് യുവർ ബേബി. ഓക്കെ, MAT-B1 ഫോം ഉറപ്പായിട്ട് നമ്മൾ മേടിച്ചിരിക്കുക. ആ MAT-B1 ഫോം വെച്ചിട്ട് നമുക്ക് ഉള്ള എല്ലാ പ്രിസ്ക്രിപ്ഷൻസും ഫ്രീ ആയിട്ട് കിട്ടും കേട്ടോ. ഇപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയാം. എനിക്ക് ഭയങ്കര ഹൈപ്പറമെസിസ് ആയിരുന്നു തുടക്കത്തിൽ, ആ ഒരു കുറച്ചാഴ്ചകൾ കേട്ടോ, ഒരു 16-17 വീക്സ് വരെ എനിക്ക് ഭയങ്കര വോമിറ്റിംഗ് ഒക്കെ ആയിരുന്നു. അപ്പം ആ ഒരു സമയത്ത് എനിക്ക് അവർ 2-3 മെഡിസിൻസ് ഒക്കെ ട്രൈ ചെയ്തു വോമിറ്റിംഗ് സബ്സൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഈ മെഡിക്കേഷൻസ് ഒക്കെ അവർ പ്രിസ്ക്രൈബ് ചെയ്യുന്നത് എനിക്ക് ഫ്രീ ആണ്. കാരണം എന്താ, എനിക്ക് MAT-B1 ഫോം ഉള്ളതുകൊണ്ട്. മനസ്സിലായി? അപ്പോൾ അതുകൊണ്ട് MAT-B1 ഫോം വെച്ചിട്ട് നമുക്ക് എല്ലാ പ്രിസ്ക്രിപ്ഷൻസും ഫ്രീ ആണ് അൺടിൽ ഫസ്റ്റ് ബർത്ത്ഡേ ഓഫ് യുവർ ബേബി. അപ്പോൾ നമ്മൾ MAT-B1 കാര്യം മനസ്സിലാക്കി. ഇനി വേറൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ, ഇത് ആക്ച്വലി എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ, നമ്മുടെ മെറ്റേണിറ്റി ലീവിൻ്റെ പേയ്മെൻറ്റ് കാര്യം. അപ്പം ഓരോരുത്തർക്കും ഓരോ ഡൗട്ടാണ്. ദാറ്റ് ഈസ് ഇത്രയുമാണോ നമുക്ക് ഓരോ മാസം കിട്ടുന്നത്, പിന്നെ എത്രയാണ് നമുക്ക് ഫുൾ പേ, എത്ര മാസത്തോളം നമുക്ക് ഫുൾ പേ കിട്ടും, അങ്ങനെ കുറേ ഡൗട്ട്സുകൾ. അപ്പം എനിക്കും സത്യം പറഞ്ഞ് ഇതിനെപ്പറ്റിയൊന്നും വലിയ ധാരണയില്ലായിരുന്നു. അപ്പം ഞാൻ എന്താ ചെയ്തതെന്ന് ചോദിച്ചാൽ, നമ്മുടെ മെറ്റേണിറ്റി ലീവിൻ്റെ റിക്വസ്റ്റ് നമ്മൾ പുട്ട് ഫോർവേഡ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഈ പറയുന്ന പേറോളില്ലേ, നമുക്ക് എന്ത് പേയ്മെൻറ്റിൻ്റെ ഡൗട്ട്സോ കൺസേൺസോ ഉണ്ടെങ്കിൽ പേറോളിൽ, നമ്മുടെ ട്രസ്റ്റിൻ്റെ പേറോളിൽ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കായിരിക്കും ദി ബെസ്റ്റ് ഇൻഫർമേഷൻ തരാൻ പറ്റുന്നത്. ഞാനിത് പറയുന്നതിൻ്റെ കാരണം ഞാനത് പേഴ്സണലി ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ടാണ് കേട്ടോ. അപ്പം ഞാൻ എന്താ ചെയ്തതെന്ന് ചോദിച്ചാൽ, നമ്മുടെ മെറ്റേണിറ്റി ലീവിന് റിക്വസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ ഞാൻ നമ്മുടെ പേറോളിൽ വിളിച്ചിട്ട് അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് മെറ്റേണിറ്റി ലീവിൽ പോയി കഴിഞ്ഞാൽ ആ 12 മന്ത്സ് എൻ്റെ പേയ്മെൻറ്റ് എത്രത്തോളം വരുമെന്ന് നിങ്ങൾക്കൊന്ന് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അവരൊട്ടനെ എന്നോട് പറഞ്ഞു, ഒരു 1 വീക്ക് ടൈം തന്നാൽ മതി, ഞങ്ങളൊരു പ്ലാൻ റെഡിയാക്കിയിട്ട് തരാമെന്ന് പറഞ്ഞു. ഒരു ഇമെയിൽ അയച്ചു. എനിക്ക് അവർ ഇമെയിൽ അയച്ചു. അവർ ഇമെയിൽ അയച്ചത് എൻ്റെ മെറ്റേണിറ്റി ലീവ് തുടങ്ങുന്ന ഡേറ്റ്, ആ ഡേറ്റ് തുടങ്ങി
അടുത്ത വർഷം വരെ, ദാറ്റ് ഇസ് 12 months വരെ ഉള്ള ഓരോ മാസത്തെ പേയ്മെൻറ്റ് അവർ ഗ്രോസ് പേ വിത്തൗട്ട് ടാക്സ് കട്ടിങ് അവരെനിക്ക് പറഞ്ഞു തന്നു കേട്ടോ, വിച്ച് ഇസ് സോ ബെനഫിഷ്യൽ, വിച്ച് ഇസ് സോ ഹെൽപ്ഫുൾ ഫോർ അസ് ടു പ്ലാൻ അവർ മെറ്റേണിറ്റി ലീവ്. മനസ്സിലായോ? കാരണം ഈ ഒരു മെറ്റേണിറ്റി ഫോർകാസ്റ്റ്, ദാറ്റ് ഈസ് നമ്മുടെ പേയ്മെൻറ്റ് ഫോർകാസ്റ്റ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്കൊരു ഐഡിയ ഉണ്ട് എന്ന് നമുക്ക് തിരിച്ച് ജോലിക്ക് കയറാം. പിന്നെ അല്ലെങ്കിൽ നമുക്ക് കിഡ് ഡേയ്സ് ചെയ്യാം. ഇപ്പോൾ കിഡ് ഡേയ്സ് എന്താണെന്ന് ഞാൻ പറയാം, സ്ലോലി പറയാം. അപ്പം അതാണ് നമ്മൾ ഈ ഒരു ഫോർകാസ്റ്റ് വെച്ച് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എനിക്കത് ഭയങ്കര ബെനിഫിഷ്യലായിരുന്നു. ആൻഡ് ടു ബി ഫ്രാങ്ക്, ഈ മാസം വരെ എനിക്ക് കിട്ടിയിരിക്കുന്ന പേയ്മെൻറ്റ് അവർ പറഞ്ഞേക്കുന്ന കറക്റ്റ് ഫോർകാസ്റ്റിലുള്ള ഡിജിറ്റ്സ് തന്നെയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ ട്രസ്റ്റ്, ദാറ്റ് ഇസ് എനിക്ക് കിട്ടിയത് ഫസ്റ്റ് 2 months അപ്രോക്സിമേറ്റ്ലി ഫുൾ പേ കിട്ടി. അതിനുശേഷം നമുക്ക് ഹാഫ് പേ ആൻഡ് സ്റ്റാറ്റ്യൂട്ടറി മെറ്റേണിറ്റി പേ ആണ് കൂടെ കിട്ടുന്നത്. അങ്ങനെ അത് 6 months വരെ കുഴപ്പമില്ലാതെ പോകും. അത് കഴിഞ്ഞിട്ട് 7, 8, 9 months നമുക്ക് SMP മാത്രമേ ഉള്ളൂ കേട്ടോ. അതിനുശേഷം 10, 11, 12 months നമുക്കൊന്നും കിട്ടുന്നില്ല. ഓക്കെ, സോ ഇങ്ങനൊരു നമുക്ക് എന്താ പറയുന്നത്, ഇങ്ങനൊരു പ്രോപ്പർ ഫോർകാസ്റ്റ് കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി ഹെൽപ്ഫുൾ ആയിരിക്കും പ്ലാൻ ചെയ്യാനായിട്ട് കേട്ടോ. നമ്മുടെ കയ്യിൽ ഈ ഒരു ഫോർകാസ്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്കറിയാം 10, 11, 12 months പ്രത്യേകിച്ചൊന്നും കിട്ടുന്നില്ല. ആ സമയത്ത് നമുക്ക് കിഡ് ഡേയ്സ് ഇംപ്ലിമെൻറ്റ് ചെയ്യാം. അതല്ലാതെ നമുക്ക് ആനുവൽ ലീവ് എടുക്കാം. നമുക്ക് എന്തായാലും നമ്മൾ മെറ്റേണിറ്റി ലീവിന് പോകുമ്പോൾ ആ ഒരു ടാക്സ് ഇയറിലത്തെ ആനുവൽ ലീവ് പെൻഡിങ് ആയിട്ട് കിടക്കുക അല്ലേ. അപ്പോൾ നമ്മൾ ആ ആനുവൽ ലീവും കൂടെ എന്താ പറയുന്നത്, ആ മെറ്റേണിറ്റി ലീവിൻ്റെ കൂടെ തന്നെ എടുത്ത് തീർക്കുകയാണെങ്കിൽ നമ്മുടെ പേ ബൂസ്റ്റപ്പ് ആവും. കിഡ് ഡേയ്സ് ആണെങ്കിലും നമ്മുടെ പേ ബൂസ്റ്റപ്പ് ആവുകയാണ്. മനസ്സിലായി? അപ്പോൾ അതൊക്കെ നമുക്ക് അതനുസരിച്ച് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ഒത്തിരി ഹെൽപ്ഫുൾ ആയിരിക്കും നമുക്ക് ആ ഒരു പീരിയഡിൽ ഒന്ന് പിടിച്ചു നിർത്താനായിട്ട്. ഓക്കെ, അടുത്തൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് എന്താണെന്നറിയോ? നമുക്കറിയാം നമ്മൾ UK വർക്ക് ചെയ്യുമ്പം നമ്മളൊരു യൂണിയൻ ബോഡി ആയിട്ട് രജിസ്റ്റേർഡ് ആയിരിക്കണം അല്ലേ. ഞാൻ പേഴ്സണലി രജിസ്റ്റേർഡ് ആയിരിക്കുന്നത് റോയൽ കോളേജ് ഓഫ് നഴ്സിംഗുമായിട്ടാണ് കേട്ടോ. അപ്പം RCNൽ നമ്മൾ പെർ മന്ത് എനിക്ക് തോന്നുന്നു ഞാൻ £16 സംതിങ് ആണ് അടയ്ക്കുന്നത്. എല്ലാ മാസവും അടയ്ക്കണം. അപ്പം എന്താ പറയുന്നത്, നമ്മൾ ഈ മെറ്റേണിറ്റി ലീവിൽ പോകുമ്പോൾ നമ്മൾ സത്യം പറഞ്ഞാൽ ജോലി ചെയ്യുന്നില്ല, അതൊരു പ്രോപ്പർ ബ്രേക്കാണ് അല്ലേ. അപ്പം ഈ ഒരു എമൗണ്ട് അടയ്ക്കേണ്ട ആവശ്യം ഇല്ല സത്യം പറഞ്ഞാൽ. അപ്പോൾ എന്താ നമ്മൾ ചെയ്യേണ്ടത്? നമ്മൾ അവരുടെ വെബ്സൈറ്റിൽ കയറി നോക്കുമ്പോൾ അവർ പറയുന്നുണ്ട് കരിയർ ബ്രേക്കിൻ്റെ പേയ്മെൻറ്റ് പ്ലാനിനെ പറ്റിയിട്ട്. അതിൻ്റെ അകത്ത് അവർ മെറ്റേണിറ്റി ലീവിനെ പറ്റിയും പറയുന്നുണ്ട്. സോ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, മെറ്റേണിറ്റിക്ക് പോകുന്നതിന് മുന്നേ ഗെറ്റ് ഇൻ ടച്ച് വിത്ത് ദം. ഓക്കെ, കോൾ ദം ആൻഡ് ദെൻ ഗിവ് യുവർ ഡീറ്റെയിൽസ്. നമ്മുടെ മെമ്പർഷിപ്പ് നമ്പറും അതൊക്കെ ചോദിക്കും അവർ. കരിയർ ബ്രേക്കിൻ്റെ പേയ്മെൻറ്റ് പ്ലാനിലേക്ക് നമ്മുടെ പേയ്മെൻറ്റ് സിസ്റ്റം അങ്ങോട്ട് മാറ്റും. ഓക്കെ, പേയ്മെൻറ്റ് മാറ്റും. അപ്പം £16 അടയ്ക്കുന്ന സ്ഥാനത്ത് നമുക്ക് 84 pence അടച്ചാൽ മതി എല്ലാ മാസവും. ദാറ്റ് ഇസ് ആ 12 മാസവും. എന്നിട്ട് നമ്മൾ കയറാറാവുമ്പം, ദാറ്റ് ഇസ് മെറ്റേണിറ്റി ലീവ് കഴിഞ്ഞ് തിരിച്ച് കയറാറാവുമ്പം അവരെ വിളിച്ചറിയിക്കുക. അപ്പോൾ അവർ നമ്മുടെ പേയ്മെൻറ്റ് മാറ്റി തരും. പഴയതുപോലെ £16 ആക്കി തരും. മനസ്സിലായി? അപ്പോൾ ഇത് ഉറപ്പായിട്ടും ഇത് ചെയ്യണം. കാരണം നമുക്കറിയാം മെറ്റേണിറ്റി ലീവിൽ പോകുമ്പം നമ്മുടെ പേയ്മെൻറ്റ് ഒരു എന്താ പറയുന്നത്, ഒരു കുറഞ്ഞുകൊണ്ടിരിക്കുക. ഓരോ മാസം അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് കുറഞ്ഞു വരും. അപ്പം ഒരു എന്താ പറയുക, £16 നമ്മളിവിടെ സേവ് ചെയ്യല്ലേ. 16 അല്ല, അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും ഒരു എമൗണ്ട് നമുക്ക് സേവ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത്രയും നല്ലതല്ലേ. പിന്നെ ഞാൻ ചെയ്ത വേറൊരു കാര്യം, ഞാൻ ചെയ്തെന്നല്ല, ഞാനും ജോപ്പിയും കൂടെ ഡിസ്കസ് ചെയ്തിട്ട് ഡിസൈഡ് ചെയ്തൊരു കാര്യമായിരുന്നു. നമുക്കറിയാമല്ലോ മെറ്റേണിറ്റി ലീവ് 1 year കിട്ടും. പെറ്റേണിറ്റി ലീവും നമുക്കിവിടെ അവൈലബിൾ ആണ്. ഓക്കെ, സോ പെറ്റേണിറ്റി ലീവ് എന്ന് പറയുമ്പം നമുക്ക് അപ് ടു 2 weeks ആണ് കിട്ടുന്നത്. ഫ്രം ചൈൽഡ് ബർത്ത് 2 weeks. അപ്പം 2 weeks വരെ എന്ന് പറയുമ്പം ഇപ്പം പേരൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ, അത് മോർ ദാൻ ഇനഫ് ആയിരിക്കും. പക്ഷേ ഞങ്ങൾ 2 മമ്മിമാരും ഇവിടെ ഉണ്ടായിരുന്നെങ്കിലും ജോപ്പി ഓൾസോ വാണ്ടഡ് ടു സ്റ്റേ ഹോം ബിക്കോസ് ബേബി ഉണ്ട്. അപ്പം ബേബിയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യണം. സോ വാട്ട് വി ഡിഡ് വാസ്, നമ്മൾ ഈ 2 weeks പെറ്റേണിറ്റി ലീവിൻ്റെ കൂടെ തന്നെ ജോപ്പി ഒരു 3 ആഴ്ച ആനുവൽ ലീവും കൂടി എഴുതി വെച്ചിരുന്നു കേട്ടോ. നമുക്ക് ഡ്യൂ ഡേറ്റ് കിട്ടുമ്പോൾ ഒരു ഐഡിയ ഉണ്ടല്ലോ. അതുകൊണ്ട് ജോപ്പി കണ്ടിന്യൂസ് ഒരു 5 weeks നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് അമ്മമാർക്കാണെങ്കിലും അവർക്ക് അവരുടെ റെസ്റ്റ് കിട്ടുന്നുണ്ടായിരുന്നു, നമുക്കാണെങ്കിലും നമുക്ക് റെസ്റ്റ് കിട്ടുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ കുഞ്ഞിന് കംപ്ലീറ്റ് കെയറും കിട്ടുന്നുണ്ടായിരുന്നു. സോ അതൊന്ന് പ്ലാൻ ചെയ്യാൻ നോക്കുക കേട്ടോ. ഇനി നമ്മൾ റിട്ടേൺ ടു വർക്കിനെ പറ്റി നമുക്ക് സംസാരിക്കാം. ഓക്കെ, അപ്പോൾ റിട്ടേൺ ടു വർക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ മെറ്റേണിറ്റി ലീവിൻ്റെ റിക്വസ്റ്റ് നമ്മൾ കൊടുത്തു, നമ്മൾ മെറ്റേണിറ്റി ലീവ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഒരു ദാറ്റ് ഈസ് ഇപ്പം ഞാനൊരു 10 months കഴിഞ്ഞിട്ടാണ് വർക്ക് സ്റ്റാർട്ട് ചെയ്യാനിരിക്കുന്നത്. പക്ഷേ 6 months ആയപ്പോഴത്തേക്ക്, അല്ലെങ്കിൽ 6 months കഴിയുമ്പോൾ എനിക്ക് വർക്ക് റെസ്യൂം ചെയ്യണം. അപ്പോൾ ഒരു പ്ലാനിൽ വ്യത്യാസം വരുത്തുക. അങ്ങനെ വരുവാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, ബിഫോർ 8 weeks മുന്നേ നമ്മൾ നമ്മുടെ മാനേജറിനെ ഇൻ റിട്ടൺ ഇമെയിൽ ആയിട്ട് അവരോട് കൺവേ ചെയ്യുക ഈ മെസ്സേജ്.
അടുത്തൊരു സംഭവം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ കീപ്പ് ഇൻ ടച്ച് ഡേയ്സിനെ പറ്റിയിട്ടാണ് കേട്ടോ. ഇപ്പോൾ കിഡ് ഡേയ്സ് അല്ലെങ്കിൽ കീപ്പ് ഇൻ ടച്ച് ഡേയ്സ്. കീപ്പ് ഇൻ ടച്ച് എന്ന് പറയുമ്പം നമുക്കറിയാം 1 ഇയറിൻ്റെ മെറ്റേണിറ്റി ലീവ്, 2 ആഴ്ച ആനുവൽ ലീവ് കഴിഞ്ഞ് നമ്മൾ ഡ്യൂട്ടി കയറുമ്പോൾ നമുക്ക് എന്തോ ഒരു മടിയാണ് അല്ലേ. എനിക്ക് നല്ല മടിയാണേ. അപ്പം ഒരു വർഷം കഴിഞ്ഞ് ഇപ്പം ഡ്യൂട്ടിക്ക് കയറുന്ന കാര്യം പറയുമ്പോൾ തന്നെ എനിക്ക് ലൈക്ക് ഓ മൈ ഗോഡ്, ഐ റിയലി ഡോണ്ട് വോണ്ട് ടു ഗോ ബാക്ക് ടു വർക്ക്. അപ്പം ആ ഒരു ഫീലിംഗ് അല്ലെങ്കിൽ ആ ഒരു പ്രോബ്ലം അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ നമ്മളെ ഒന്ന് കണക്ട് ചെയ്യാൻ നമ്മുടെ ആ ഒരു ബാക്ക് ടു വർക്കിലേക്ക് ഒന്ന് വെൽക്കം ചെയ്യുന്നതിനായിട്ട് മെറ്റേണിറ്റി ലീവിൻ്റെ സമയത്ത് ചെയ്യാനുള്ളതാണ് കീപ്പ് ഇൻ ടച്ച് ഡേയ്സ്. ഓക്കെ, അപ്പോൾ കീപ്പ് ഇൻ ടച്ച് നമുക്ക് 10 എണ്ണമാണ് കിട്ടുന്നത്. അപ്പോൾ ഈ 10 എണ്ണത്തിൽ നമുക്ക് എത്ര ഡേയ്സ് വേണേലും കവർ ചെയ്യാം കേട്ടോ. കംപ്ലീറ്റ് 10 ഡേയ്സ് ചെയ്യാം. ഇനി അതെല്ലാം നമുക്ക് സാഹചര്യം കാരണം 10 ഡേയ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല, 5 ഡേയ്സ് അല്ലെങ്കിൽ 6 ഡേയ്സ്, അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. എത്ര ദിവസം ചെയ്യണം ആൻഡ് എന്ന് ചെയ്യണം, ഇതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ. അത് നമ്മുടെ മാനേജർ ഡെഫിനറ്റ്ലി നമ്മുടെ എന്താ പറയുക, നമ്മുടെ പ്ലാനിനനുസരിച്ച് അവർ കാര്യങ്ങൾ ഫോമുലേറ്റ് ചെയ്യും. ഇപ്പം ഞാൻ കീപ്പ് ഇൻ ടച്ച് ഡേയ്സിനെ പറ്റി ചെയ്ത ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, പേറോളിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഞാൻ അവരോട് ചോദിച്ചു പേയ്മെൻറ്റിൻ്റെ കാര്യം, ദാറ്റ് ഈസ് എങ്ങനെയാണ് നമുക്ക് കീപ്പ് ഇൻ ടച്ചിൻ്റെ പേയ്മെൻറ്റ് വരുന്നത്. ചില ട്രസ്റ്റിൽ എനിക്ക് തോന്നുന്നു ഞാൻ കേട്ടേക്കുന്നത് കളക്റ്റീവായിട്ടുള്ളൊരു പേ, ദാറ്റ് ഈസ് ഇപ്പം നമ്മൾ 5 hours വർക്ക് ചെയ്താലും 10 hours വർക്ക് ചെയ്താലും ആ ഡേയ്ക്ക് ഒരു റേറ്റ് കിട്ടുമെന്ന്. അപ്പോൾ ഞാൻ എൻ്റെ ട്രസ്റ്റിൻ്റെ പേറോളിൽ വിളിച്ച് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് നമുക്ക് അവർലി പേ ആണ്. അപ്പോൾ നമ്മളിപ്പോൾ 5 hours വർക്ക് ചെയ്താൽ 5 hours പേ കയറും, 12 hours വർക്ക് ചെയ്താൽ 12 hours പേ കയറും. അപ്പം അതെനിക്ക് മനസ്സിലായി. പിന്നെ ഞാൻ ചോദിച്ചു വേറൊരു കാര്യം, ഇതിൻ്റെ പേയ്മെൻറ്റ് എന്നാണ് കിട്ടുന്നത്. അപ്പോൾ അവർ പറഞ്ഞു, എൻ്റെ ട്രസ്റ്റിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്, അപ്പോൾ എല്ലാ ട്രസ്റ്റും ഇങ്ങനെ അല്ലായിരിക്കാം. നിങ്ങളുടെ ട്രസ്റ്റിലത്തെ പേറോളിൽ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടും, അതനുസരിച്ച് നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ വിളിച്ച് ചോദിച്ചപ്പോൾ അവരെന്നോട് പറഞ്ഞ ഒരു കാര്യം, ഇപ്പം ഞാൻ ഇതിപ്പം ഡിസംബറിൽ ഞാൻ കിഡ് ഡേയ്സ് ചെയ്ത് കഴിഞ്ഞാൽ ജാനുവരിയുടെ പേയിലായിരിക്കും എനിക്ക് അതിൻ്റെ പേയ്മെൻറ്റ് കിട്ടുന്നത്. ഓക്കെ, അപ്പം ദാറ്റ് വാസ് ലൈക്ക് ഓക്കെ. അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ സമയത്ത് ചെയ്താൽ അതിൻ്റെ പേയ്മെൻറ്റിനെ ബൂസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് നല്ലതായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, ഞാൻ ജോബിയുടെ കൂടെ ഇരുന്നിട്ട് ആദ്യം ഏതൊക്കെ ഡേറ്റ്സാണ് ചെയ്യാൻ പറ്റുന്നതെന്ന് ഞാനും ജോബിയും കൂടി ഡിസ്കസ് ചെയ്തു. അങ്ങനെ, കാരണം കിഡ് ഡേയ്സ് അല്ലേ, നമ്മൾ പ്രോപ്പർലി വർക്ക് റെസ്യൂം ചെയ്യുന്നതല്ലോ. അപ്പോൾ കീപ്പ് ഇൻ ടച്ച് ഡേയ്സിൻ്റെ കാര്യം പറയുമ്പോൾ ഒരു കാര്യം കൂടി പറയാനുണ്ട്, നമ്മൾ കൗണ്ടഡ് അല്ല കേട്ടോ. നമ്മൾ എന്താ പറയുന്നത്, നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റിൽ പോകുന്നു, നമുക്ക് പേഷ്യൻറ്റിനെ അവർ കെയർ ചെയ്യാൻ തരുമോ, ഒന്നും തരത്തില്ല. നമുക്ക് പ്രോപ്പർലി ഒരു കണക്ഷൻ കൊണ്ടുവരുന്ന ഒരു സംഭവമാണ്. നമ്മൾ ആ ഒരു വർക്ക് അറ്റ്മോസ്ഫിയറിനുമായിട്ടൊന്ന് ജെല്ല് ചെയ്ത് വരാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ 1 year കഴിഞ്ഞ് പോകുമ്പം ഡെഫിനറ്റ്ലി വാർഡിൽ ഒത്തിരി, അല്ലെങ്കിൽ നമ്മുടെ വർക്ക് ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ തിയേറ്റർ നേഴ്സ് ആയതുകൊണ്ട് തന്നെ തിയേറ്ററിലൊക്കെ ഒത്തിരി ചേഞ്ചസ് എന്നും വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളൊന്ന് പോയി നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ഐഡിയ കിട്ടുമല്ലോ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന്. അപ്പോൾ അതൊക്കെയാണ് അവരുടെ മെയിൻ പേർപ്പസ് കേട്ടോ. അപ്പോൾ കൗണ്ടഡ് അല്ലാത്തതുകൊണ്ട് തന്നെ ഇറ്റ്സ് എ വെരി ബിഗ് തിങ് കേട്ടോ. നമുക്ക് ആ ഒരു കംപ്ലീറ്റ് ഫ്രീഡം ഉണ്ട് വർക്കൗട്ട് ചെയ്യാൻ. ഞാനപ്പം എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ, ഞാൻ കലണ്ടർ എടുത്തിട്ട് കുറച്ച് ഡേറ്റ്സ് ബ്ലോക്ക് ചെയ്തു കേട്ടോ. അപ്പോൾ ബ്ലോക്ക് ചെയ്തിട്ട് ഞാൻ ജോപ്പിയുടെ കയ്യിൽ കൊടുത്തിട്ട് ജോപ്പി അത് പുള്ളിയുടെ മാനേജറിനോട് സംസാരിച്ചു. അവർ പറഞ്ഞു ഓക്കെ, അപ് ടു യു, നോ പ്രോബ്ലം. അപ്പം ഞങ്ങൾ എന്താ ചെയ്തതെന്ന് ചോദിച്ചാൽ, ഞാൻ വർക്ക് ചെയ്യുന്ന ആ കിഡ് ഡേയ്സിൻ്റെ ദിവസങ്ങളിൽ ജോബി ഓഫ് എടുക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ, എന്നിട്ട് അപ്പോൾ കുഞ്ഞിൻ്റെ കൂടെ ഫുൾ ടൈം ജോബി ഉണ്ട്, ഞാനപ്പം ഡ്യൂട്ടിക്ക് പോകും. എന്നിട്ട് എനിക്ക് എത്ര അവേഴ്സും വേണമെങ്കിൽ വർക്ക് ചെയ്തിട്ട് വരാം. നമ്മൾ വർക്ക് ചെയ്യുന്ന അവേഴ്സിനനുസരിച്ചാണല്ലോ പേ കിട്ടുന്നത്. അപ്പം ഇറ്റ്സ് കംപ്ലീറ്റ്ലി അപ് ടു അസ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതാണ് ഞങ്ങൾ ചെയ്തത് കേട്ടോ. എന്നിട്ടാണ് ഞാൻ എൻ്റെ മാനേജറിനോട് ആ ഡേറ്റ്സ് പറഞ്ഞത്. അപ്പോൾ അവർ ഓക്കെ എന്ന് പറഞ്ഞു, കംപ്ലീറ്റ്ലി ഫൈൻ, നമുക്ക് ആ ഡേറ്റ്സ് അനുസരിച്ച് വർക്കൗട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അതാണ് കിഡ് ഡേയ്സിൻ്റെ കാര്യം എനിക്ക് പറയാനുള്ളത് കേട്ടോ. കിഡ് ഡേയ്സ് നമുക്ക് ഒരിക്കലും ആനുവൽ ലീവിൻ്റെ സമയത്ത് ചെയ്യാൻ പറ്റത്തില്ല. ഡ്യൂറിങ് മെറ്റേണിറ്റി ലീവിൽ മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ മെറ്റേണിറ്റി ലീവ് തീർന്ന് ആനുവൽ ലീവ് എടുക്കാനിരിക്കുന്ന ഒരാളാണെങ്കിൽ, ഇപ്പം എന്നെ പോലെ അങ്ങനെ ആണെങ്കിൽ ഉറപ്പായിട്ടും അത് മെറ്റേണിറ്റി ലീവിൽ തന്നെ എടുത്ത് ചെയ്യാൻ നോക്കുക. പിന്നെ നിങ്ങൾ പ്ലാൻ ചെയ്യുക, നിങ്ങളുടെ പേ എങ്ങനെയാണ് ബിൽഡപ്പ് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പം 2 മാസത്തിൽ നമുക്കിപ്പം 5 ദിവസം ചെയ്യാം ഒരു മാസത്തിൽ. ഓക്കെ, 10 ഡേയ്സിനകത്ത് 5 ഡേയ്സ് ഒരു മാസം, ബാക്കി 5 ഡേയ്സ് അടുത്ത മാസം. അപ്പോൾ നമ്മുടെ പേ അങ്ങനെ ബൂസ്റ്റപ്പ് ചെയ്യല്ലേ. നമുക്ക് ബേസിക് പേ ആണേ കിട്ടുന്നത്, അവർലി ബേസിക് പേ ആ കിട്ടുന്നത്. അപ്പം ഇതൊക്കെയാണ് കിഡ് ഡേയ്സിനെ പറ്റി എനിക്ക് പറയാനുള്ളത്. അടുത്ത ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, ഫ്ലെക്സിബിൾ വർക്കിംഗ് പോളിസിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ UK എനിക്ക് തോന്നുന്നു 11 years ആണോ അത് 13 years ആണോ എന്ന് ഞാൻ ഓർക്കുന്നില്ല. കുഞ്ഞിന് 11 years വരെ ആണെന്ന് തോന്നുന്നു കേട്ടോ, 11 or 13, അതൊന്ന് കൺഫേം ചെയ്യണം. 11 or 13 years വരെ നമുക്ക് ഫ്ലെക്സിബിൾ വർക്കിംഗ് അവേഴ്സ് എന്താ പറയുക, നമ്മൾ എലിജിബിൾ ആണ് അതിന് അപ്ലൈ ചെയ്യാനായിട്ട് കേട്ടോ. അപ്പം നമ്മുടെ മാനേജറുമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുക, നമുക്ക് എന്താണ്
ഫീസിബിൾ ആയിട്ടുള്ള ചെയ്യാൻ പറ്റുന്നത്. കാരണം ചൈൽഡ് കെയർ ഇവിടെ ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ ജനറലി കണ്ടേക്കുന്ന ഹസ്ബൻഡ്സ് അല്ലെങ്കിൽ വൈഫ്സ്, ഒരാൾ മോർണിംഗ് ചെയ്യുന്നു, മറ്റേ ആൾ നൈറ്റ് ചെയ്യുന്നു, അങ്ങനെ. ഇനി അതല്ല, നമുക്ക് ഓൾട്ടർനേറ്റ് ഡേയ്സിൽ വർക്കൗട്ട് ചെയ്യാം, നൈറ്റ് ഇല്ലാത്ത ഡിപ്പാർട്ട്മെൻറ്റ്സിലാണെങ്കിൽ അങ്ങനെ. ഓക്കെ, സോ വാട്ട് എവർ ഈസ് ഫീസിബിൾ ഫോർ യു, എല്ലാ ഫാമിലീസിനും അവരുടേതായ ഒരു ടിപ്പിക്കൽ പ്ലാൻ ആയിരിക്കും. അപ്പം നമുക്ക് എന്താണോ നമ്മുടെ കുഞ്ഞിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു പ്ലാൻ, അത് വർക്കൗട്ട് ചെയ്തിട്ട് മാനേജറുമായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ ദേ സേ വിത്ത് വാലിഡ് റീസൺസ് 100% അവരത് എഗ്രി ചെയ്യാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അത് നമ്മളൊന്ന് ശ്രദ്ധിക്കുക. ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉദ്ദേശിച്ച എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒന്നും മിസ് ഔട്ട് ആയിട്ടില്ലെന്നാണ് എൻ്റെ ഒരു ഉറപ്പ് കേട്ടോ. ഇനി എന്തെങ്കിലും അല്ലാത്ത ഇൻഫർമേഷൻ നിങ്ങൾക്ക് അറിയാവുന്നതായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എനിക്കും അത് അറിയാത്തതാണെങ്കിൽ എനിക്കും അതൊരു ഇൻഫർമേഷൻ ആണല്ലോ. അപ്പം അത് ചെയ്യുക. പിന്നെ എന്തെങ്കിലും കൺസേൺസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ആൻഡ് ഡെഫിനറ്റ്ലി എനിക്ക് അറിയാമെന്നാണെങ്കിൽ ഞാൻ അതിന് റിപ്ലൈ ചെയ്യാം. ഇല്ലയെന്നുണ്ടെങ്കിൽ ഞാൻ ആരോടെങ്കിലുമൊക്കെ ചോദിച്ച് കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇനി പേ റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ വേണമെന്നുണ്ടെങ്കിൽ, അക്യുറേറ്റ് ആയിട്ടുള്ള നിങ്ങളുടെ പേ റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ എപ്പോഴും നമ്മുടെ ട്രസ്റ്റിൻ്റെ പേ റോളിൽ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് അക്യുറേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ തരാൻ പറ്റും. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഈ വീഡിയോയിൽ. സോ എല്ലാവരും ഈ വീഡിയോ എന്താ പറയുന്നത്, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആൻഡ് ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഫ്രണ്ട്സ് ഉണ്ട് ഹു ആർ പ്രഗ്നൻറ്റ്, ഹു ആർ ഗോയിങ് ഇൻ ടു മെറ്റേണിറ്റി സൂൺ, അങ്ങനെയൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഈ വീഡിയോ ഷെയറും ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ പുതിയൊരു വ്ളോഗുമായിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. അൺടിൽ ദെൻ ടേക്ക് കെയർ, ഗോഡ് ബ്ലെസ് ആൻഡ് ബൈ.